إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നന്നായി തഖ്വ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു പരിപൂർണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു ആജിലായ മുസ്തമറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അസുഖം ശിഫയായി സന്തോഷത്തോടുകൂടി ആഫിയത്തോടുകൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരോഗ്യമുള്ള സമയത്ത് അവർ ചെയ്തിരുന്ന നന്മകളുടെ പ്രതിഫലം രോഗത്തിന്റെ സമയത്തും അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. അവരുടെ അസുഖവും പരീക്ഷണങ്ങളുമെല്ലാം അല്ലാഹു ആഖിറത്തിൽ ഉയർന്ന ദറജകൾ ലഭിക്കാൻ അത് കാരണമാക്കുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു അസുഖങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച വിട പറഞ്ഞു പോയ 2 സഹോദരിമാർ, അല്ലാഹു അവർക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിൽ എന്തെങ്കിലും അദാബുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു അത് അവർക്ക് മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ
ആ ഇബാദത്ത് ഇഖ്ലാസോടുകൂടി പൂർണ്ണമായും ഖുശൂഅോടുകൂടിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്ത് ചെയ്യുന്നത് കാരണമായി അവന്റെ മനസ്സിന് സമാധാനം നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. ഇബാദത്തിന്റെ ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. മുഅ്മിനീങ്ങളുടെ ഇബാദത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഫഇന്ന ഇബാദതഹും തൗഅൻ വമഹബ്ബതൻ വരിദൻ. ഒരു മനുഷ്യനെ അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ ഭൂമിയിൽ ഭക്ഷണവും പാനീയവും എത്രത്തോളം അത്യാവശ്യമാണോ, അത്യന്താപേക്ഷിതമാണോ, അതുപോലെ ഒരു മുഅ്മിനിന് അവന്റെ ഹൃദയം സജീവമായി നിലനിർത്താൻ അല്ലാഹുവിന്റെ ഇബാദത്ത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾ ഫഇന്ന ഇബാദതഹു തൗഅൻ വമഹബ്ബതൻ വരിദൻ. അതൊന്നാമതായി അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഈ ഭൂമി ലോകത്ത് വെച്ച് ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. രണ്ടാമത് അത് തൃപ്തിയോടുകൂടിയായിരിക്കണം ചെയ്യേണ്ടത്. മനസ്സില്ലാ മനസ്സോടുകൂടി ഇടങ്ങേറായിക്കൊണ്ട് കടമ തീർക്കാൻ വേണ്ടിയുള്ള ഇബാദത്തുകളായിരിക്കരുത്. അതുപോലെ തന്നെ തൗഅൻ, അല്ലാഹു പറഞ്ഞ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയായിരിക്കണം ഒരു മുഅ്മിൻ ഇബാദത്ത് ചെയ്യേണ്ടത്. ഫഫീഹാ ഖുർറത്തു ഉയൂനിഹിം. ഒരു മുഅ്മിൻ അത്തരത്തിൽ അല്ലാഹുവിന്റെ അനുസരണയോടുകൂടിയും അല്ലാഹുവിനോടുള്ള തൃപ്തിയോടുകൂടിയും ഇഷ്ടത്തോടുകൂടിയും ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഫഫീഹാ ഖുർറത്തു ഉയൂനിഹിം, അതിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ നൽകുന്നതാണ്. വസുറൂറു ഖുലൂബിഹിം വലദ്ദതു അർവാഹിഹിം, അവരുടെ റൂഹുകൾക്ക് ആ ഇബാദത്തിന്റെ രുചി അല്ലാഹു സുബ്ഹാനഹു വ തആല ആസ്വദിപ്പിക്കുന്നതാണ്. അവരുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുന്നതാണ്. ഈ ദുനിയാവിന്റെ ഏതൊരു പ്രതിസന്ധികളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരു മുഅ്മിൻ അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് അതിന് പരിഹാരം അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിന് സമാധാനം നൽകുന്നതാണ്. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ സാമ്പത്തികമായ എന്തെങ്കിലും ഉയർച്ചകളോ അല്ല ഒരു മുഅ്മിനിന്റെ കൺകുളിർപ്പിക്കുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ ഇബാദത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ മുഅ്മിനല്ലാത്ത ഒരു മനുഷ്യൻ ഭൗതികമായ എന്തെങ്കിലും രസങ്ങളിലോ അല്ലെങ്കിൽ ലഹരിയിലോ ഒക്കെ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിന് സാധിച്ചില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നതും മുഅ്മിനീങ്ങൾ അവരുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു മുഅ്മിൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യുന്നതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇബാദത്ത് അത് നമസ്കാരം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് വിഷമമുള്ള സാഹചര്യമുണ്ടെങ്കിലും ഉടനെ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു എന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി തങ്ങൾ തന്നെ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ ആക്കപ്പെട്ടിരിക്കുന്നത് അത് നമസ്കാരത്തിലാണ്. നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും ആസ്വദിച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം സന്തോഷം കണ്ടെത്തിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായി അതെങ്ങനെ നിർവഹിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലുമുള്ള നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കാണിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബാക്കൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായാൽ അതിൽ ഖൈറായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുൽ ഇസ്തിഖാറ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക
എന്ന് തുടങ്ങുന്ന ദുആ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം മുന്നിൽ വരുമ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിലേറ്റവും ഖൈറായത് ഏതാണോ അത് അല്ലാഹുവേ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് റക്അത്ത് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു. അതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്കും നമസ്കാരത്തിലേക്കും തിരിഞ്ഞിരുന്നത് പോലെ നബി തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയും നമസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇദാ അതാഹു അംറുൻ യസുറുഹു ഔ യുസറു ബിഹി ഖറ സാജിദൻ ശുക്രൻ ലില്ലാഹി തബാറക വ തആല. നബി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് സുജൂദിലേക്ക് വീഴുമായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെയധികം പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ റജീഇന്റെ സംഭവത്തിൽ പിടിക്കപ്പെടുകയും മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് അദ്ദേഹത്തെ കൈമാറുകയും ചെയ്തു. അങ്ങനെ മുഹറം മാസങ്ങളിലാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിലാണ് അദ്ദേഹം ഒരു തടവ് പുള്ളിയായിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അടുക്കലെത്തുന്നത്. അങ്ങനെ അശ്ഹുറുൽ ഹുറും പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ കഴിയുന്നതുവരെയും അദ്ദേഹത്തെ ശത്രുക്കൾ തടങ്കലിൽ പാർപ്പിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ അദ്ദേഹത്തെ ഈമാനിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അചഞ്ചലമായി അവരുടെ എല്ലാ ഓഫറുകൾക്ക് മുമ്പിലും അദ്ദേഹം അടിയുറച്ചു നിൽക്കുകയുണ്ടായി. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളി പറയുവാനും ലാത്തയെയും ഉസ്സയെയും പുകഴ്ത്തി പറയുവാനും പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല. അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യണമെന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം സുഖമായിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള തറക്കുക പോലും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. ഒരു തരത്തിലും ഈമാനിൽ നിന്നും അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ കടന്നുപോയി മുശ്രിക്കുകൾ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവസാനം കഴിമരത്തിലേറ്റാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം അവരോട് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ അനുവാദം നൽകുകയും അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ഞാൻ മരണത്തെ ഭയന്നുകൊണ്ട് ഭീരുവായതിന്റെ പേരിലാണ് നമസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ഇനിയും കൂടുതലായി നമസ്കരിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്റെ നമസ്കാരം ഞാൻ വേഗം അവസാനിപ്പിച്ചത് ഞാൻ മരണം ഭയന്നുകൊണ്ട് നമസ്കാരം ദീർഘിപ്പിക്കുകയാണെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണെന്ന് അവരോട് അദ്ദേഹം പറയുകയാണ്. അത്രത്തോളം ശാന്തമായും സമാധാനത്തോടു കൂടിയും അദ്ദേഹം 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ നമസ്കാരം കണ്ട് അന്നതിന് സാക്ഷിയായ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ സ്വഹാബാക്കൾക്ക് നമസ്കാരത്തിൽ ലയിച്ചു ചേരാൻ സാധിച്ചത് അവർ നമസ്കാരത്തിന്റെ പ്രാധാന്യം അത്രത്തോളം അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഇന്ന അഹദകും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹു. തീർച്ചയായും നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും നമസ്കാരത്തിന്റെ മുസല്ലയിലേക്ക് അവൻ എത്തിച്ചേരുകയും ചെയ്താൽ അവൻ മനസ്സിലാക്കണം, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്തുകയാണ്, സംഭാഷണം നടത്തുകയാണ്. അതിന്റെ പ്രാധാന്യത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും നമസ്കാരത്തിൽ നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഒരു അടിമ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയിലേക്ക് ശ്രദ്ധിക്കുകയും ആ അടിമ പറയുന്ന ഓരോ ദിക്റുകൾക്കും ദുആകൾക്കും ഖുർആനിന്റെ പാരായണങ്ങൾക്കും മറുപടി പറയുമെന്നും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതികളും എന്ന് നമ്മൾ പറയുമ്പോൾ ഹമദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹു എന്ന് നമ്മൾ പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു, പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നതാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്ന് നമ്മൾ പറയുമ്പോൾ മജ്ജദനി അബ്ദി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ദാലിക ബൈനി വ ബൈന അബ്ദി, അതെന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു കരാറാണ്, ഒരു വാഗ്ദാനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കും. ആ അടിമ പറഞ്ഞതുപോലെ അവൻ എന്നെ മാത്രം ആരാധിക്കുകയും എന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ വലി അബ്ദി മാ സഅൽ, അവൻ എന്താണോ ചോദിക്കുന്നത് അത് അവന് ഞാൻ നൽകുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവന് മറുപടി നൽകുന്നതാണ്. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ചോദിച്ചതെന്തും നൽകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ, നേരായ സന്മാർഗത്തിന്റെ പാതയിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ദിവസം ഒരുപാട് തവണ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്, ചുരുങ്ങിയത് നിർബന്ധമായ നമസ്കാരങ്ങളിലെങ്കിലും. അപ്പോഴൊക്കെ ഇത്രത്തോളം ഗൗരവത്തോടുകൂടി അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ഖുർആനിന്റെ പാരായണത്തിലേക്ക് ശ്രദ്ധിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഒരു അടിമ നമസ്കാരത്തിന്റെ ഏതൊരു കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോഴും അതിന്റെ പ്രതിഫലം എത്രയാണെന്നും മറ്റും മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ ആസ്വാദനം അവന് ലഭിക്കുന്നതാണ്. وكل خطوة يخطوها إلى الصلاة صدقة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു അടിമ അവൻ നമസ്കാരത്തിലേക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടികൾക്കും അവന് സ്വതക്കയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. സ്വതക്ക എന്ന് പറയുന്നത് വലിയ ഒരു ഇബാദത്താണ്. ഒരു മനുഷ്യന് എത്ര വലിയ ദിനാഢ്യനാണെങ്കിലും ഓരോ ദിവസവും 5 വക്ത സമയം സ്വതക്ക ചെയ്യാൻ അവനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. എന്നാൽ അത്രയും വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് വേണ്ടി പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി പുറപ്പെടുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നതാണ്. ഓരോ ചവിട്ടടികൾക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വതക്കയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. حين يخرج الرجل من بيته إلى مسجده فرجل تكتب حسنة ورجل تمحو سيئة. ഒരു അടിമ അവന്റെ വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവൻ വെക്കുന്ന ഓരോ കാലടിക്കും അവന്റെ ഒരു നന്മ രേഖപ്പെടുത്തുകയും അവന്റെ തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വുദൂഇന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ആ വുദൂഇനെ നമ്മൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ആ വുദൂ എടുക്കുന്നതിലുള്ള ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. من توضأ فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت أظفاره. ആരെങ്കിലും പരിപൂർണമായി കൊണ്ട് വുദൂ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ എല്ലാ സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം കഴുകിക്കൊണ്ട് കൈകാലുകൾ കയറ്റി കഴുകിക്കൊണ്ട് ഒക്കെ വുദൂ ചെയ്യുകയാണെങ്കിൽ തങ്ങളെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ നാളെ മഹ്ശറയിൽ വെച്ച് മനസ്സിലാക്കുന്നത് ഖുർആൻ മുഹജ്ജലീന മിൻ അസരിൽ വുദൂ, കൈകാലുകൾ വെളുത്തവരായി പ്രകാശിക്കുന്നവരായി വുദൂഇന്റെ അസർ കൊണ്ട് അവരുടെ കൈകാലുകൾ പ്രകാശിക്കുന്നവരായിട്ടാണ് എന്റെ ഉമ്മത്തിനെ ഞാൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും വുദൂ ചെയ്യുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്.
നമസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങൾ ഖുർആനിലും ഹദീസിലും ഒരുപാട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ആ നമസ്കാരം നമുക്ക് ആസ്വാദകരമാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം ഒരു മനുഷ്യനെ മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ നമസ്കാരങ്ങൾ നല്ല രീതിയിൽ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമായ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു അസുഖം വരുന്ന സന്ദർഭത്തിൽ ഒരു രോഗിക്ക് ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാവാത്തതുപോലെ, ഭക്ഷണത്തിന്റെ രുചി മാറി നിൽക്കുന്നത് പോലെ തന്നെ പാപങ്ങൾ ഉള്ളതോടുകൂടി ഒരു ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ ആസ്വാദനം നൽകുന്നതല്ല. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. അതുപോലെ സുബ്ഹ് നമസ്കാരം ആരെങ്കിലും കൃത്യമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം മുഴുവനും അവന് സംരക്ഷണം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിനോട് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, നിങ്ങളും അതിൽ ക്ഷമിച്ചുകൊണ്ട് അതിന്റെ മേൽ നിങ്ങൾ കൃത്യനിഷ്ഠത പുലർത്തണം. ലാ നസ്അലുക റിസ്ഖ, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം ആവശ്യപ്പെടുന്നില്ല. നഹ്നു നർസുഖുക, ഞാനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. ഈ ഭൂമിയിൽ കണ്ടു കാണപ്പെടുന്ന എല്ലാ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നത് പോലെ മനുഷ്യന്റെ ഉപജീവനവും അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു ചെറിയ വസ്തുവാണെങ്കിലും അത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അത് അല്ലാഹു നമുക്ക് കണക്കാക്കിയിട്ടില്ല എങ്കിൽ അത് നമുക്ക് ലഭിക്കുകയില്ല. ഇനി എത്ര വലിയ സംഗതിയായാലും അതിന് നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമസ്കരിക്കുന്നവരുടെ സ്ഥാനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, സ്വലാത്തുൻ ഫീ അസരി സ്വലാത്തിൻ ലാ ലഹവ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. ആരെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കുകയും അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനിടയിൽ യാതൊരു തെറ്റുകളിലേക്കും പോകാതെ അടുത്ത നമസ്കാരത്തെ പൂർത്തിയാക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പേര് ഇല്ലിയീനിൽ അഥവാ സച്ചരിതരായ ആളുകളുടെ പേര് രേഖപ്പെടുത്തിയതിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് രേഖപ്പെടുത്തുന്നതാണ്. സൂര്യ ഉദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും അഥവാ സുബ്ഹിയും അസ്റും ഒരാൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നമസ്കാരം നിർവഹിക്കുന്നവരാണ്. എന്നാൽ നമസ്കാരത്തിന്റെ ആസ്വാദനം എത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിനോട് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമസ്കാരം ആസ്വാദകരമാവാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം എന്നല്ല എല്ലാ ഓരോ ഇബാദത്തിലും ആസ്വാദനം നമുക്ക് നൽകുന്നതാണ്. ആ ഇബാദത്ത് വളരെ ഇഷ്ടത്തോടു കൂടിയും വളരെ ആഗ്രഹത്തോടു കൂടിയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത നമസ്കാരത്തിൽ എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ എല്ലാവിധ ഷർത്തുകളും ഫർളുകളും ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരമെന്നും ഈ നമസ്കാരം സലഫു സ്വാലിഹുകളെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. അവർ അവരുടെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഇതിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമായിരിക്കും എന്ന രൂപത്തിൽ ആ നമസ്കാരത്തെ ഏറ്റവും നന്നാക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ
പാരായണം ചെയ്യുന്ന ഖുർആൻ, ചുരുങ്ങിയത് ഫാത്തിഹ, അതുപോലെ തന്നെ മറ്റുള്ള ദിക്റുകളും ദുആകളും അവയൊക്കെ പഠിക്കുകയും അവയുടെ അർത്ഥത്തോടുകൂടി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുകയുമാണെങ്കിൽ നമുക്ക് കൂടുതൽ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത് ധൃതി കാണിക്കാതെ നമസ്കരിക്കണമെന്നതാണ്. ആരെങ്കിലും റുകൂഇനെയും സുജൂദിനെയും ഒക്കെ പൂർത്തിയാക്കാതെ നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അത്തരത്തിലുള്ള നമസ്കാരക്കാരിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആദ്യമായിട്ട് അവരുടെ ഗുണമെടുത്ത് പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ് എന്നതാണ്. അല്ലാഹു തആല അത്തരത്തിൽ ഭയഭക്തിയോടുകൂടി നമസ്കാരം പൂർത്തിയാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ പൂർണ്ണമായി വുളു എടുക്കാനും നമസ്കരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും ഒക്കെ അല്ലാഹുവിലേക്ക് തിരിയാനും നമസ്കാരത്തിൽ സമാധാനം കണ്ടെത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وأصحابه الأبر. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. اتقوا ربكم في سركم وإعلانكم، فإن التقوى ملاك الحسنات. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ومن يتق الله يجعل له من أمره يسرا. ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. وعليكم بالإحسان، فإن الله يحب المحسنين. وعليكم بالصدق، فإن الصدق ينجي وإنه يهدي إلى الجنة. وإياكم والكذب، فإن الكذب يهلك وإنه يهدي إلى النار. وعليكم بالسنة، فإن السنة تهدي إلى الإطاعة. ومن يطع الله ورسوله فقد رشد واهتدى. وإياكم والبدعة، فإن البدعة تهدي إلى المعصية. ومن يعص الله ورسوله فقد ضل وغوى. وإياكم والظلم، فإن الظلم ظلمات يوم القيامة. ألا لعنة الله على الظالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم، وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين، فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله، الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن نبينا محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. أيها الناس،
اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وثلث بكم أيها المؤمنون من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد وبارك وسلم عليه أرحم أمتي بأمتي أبو بكر وأشدهم في أمر الله عمر وأصدقهم حياء عثمان وأقواهم علي رضي الله عنهم أجمعين وفاطمة سيدة نساء أهل الجنة رضي الله عنها والحسن والحسين سيدا شباب أهل الجنة رضي الله عنهما وحمزة أسد الله وأسد رسوله رضي الله عنه واغفر للعباس وولده مغفرة ظاهرة وباطنة لا تغادر ذنبا الله الله في أصحابي لا تتخذوهم غرضا من بعدي فمن أحبهم فبحبي أحبهم ومن أبغضهم فببغضي أبغضهم وخير أمتي قرني ثم الذين يلونهم ثم الذين يلونهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار اللهم أعز الإسلام والمسلمين وقض الدين عن المدينين اللهم انصر إخواننا المسلمين المستضعفين في كل مكان اللهم انصر إخواننا المسلمين في فلسطين اللهم انصرهم نصرا مؤزرا اللهم انصرهم نصرا مؤزرا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون أقم الصلاة